സങ്കട പെരുമഴ പെയ്തിറങ്ങിയ സ്ഥലമാണ് വയനാട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇനി പ്രധാനപ്പെട്ട കാര്യം ഈ തെരച്ചിലെല്ലാം കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ പുനരധിവാസമാണ്. നമ്മൾ ഇവരെ എങ്ങോട്ടാണ് പറഞ്ഞുവിടുന്നത്? അതേ സ്ഥലത്തേക്ക് ഒരു കാരണവശാലും പറഞ്ഞു വിടരുത്. അവർക്ക് വേറെ സ്ഥലമെടുത്ത് അവിടെ വീട് വെച്ച് കൊടുക്കണം. ആ സ്ഥലം കണ്ടെത്തി വീട് വയ്ക്കുന്നത് വരെ അവർക്ക് വാടക വീടുകളിൽ താമസിക്കാനുള്ള വാടക നമുക്ക് കൊടുക്കണം. വാടക മാത്രം കൊടുത്തൊരു വീട്ടിൽ പോയി താമസിക്കാൻ പറ്റുമോ? പല കുടുംബത്തിലെയും കുഞ്ഞുങ്ങൾ അനാഥരാണ്. പ്രായമായവർ സ്വയമായി ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തവർ മാത്രമായി കുടുംബത്തിൽ. അവരെ നോക്കിയിരുന്ന അവരുടെ മക്കളില്ല, മക്കളുടെ മക്കളില്ല. കുഞ്ഞുങ്ങൾക്ക് അവരുടെ പാരൻസ് ഇല്ല, ഗ്രാൻഡ് പാരൻസ് ഇല്ല. പിന്നെ ചില കുടുംബങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചു, വരുമാനമുണ്ടാക്കി കൊടുത്തിരുന്ന ആൾ വീട്ടിലെ ഏണിംഗ് മെമ്പർ ഇല്ല. പിന്നെ ഇവരെങ്ങോട്ട് പോവും? ഇവർ ചെന്നാൽ ഇവരെങ്ങനെ ജീവിക്കും? ഒരു വസ്ത്രമില്ല, പാത്രങ്ങളില്ല, ഒന്നുമില്ല. വാടക വീട്ടിൽ പോയാലും മനുഷ്യർ ജീവിക്കാനുള്ള ഒന്നുമില്ല, ഒരു സംഭവമില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇതൊരു വെറുമൊരു റീഹാബിലിറ്റേഷൻ മാത്രമാകരുത്. ഒരു സമഗ്രമായൊരു ഫാമിലി പാക്കേജ് വേണം. ഓരോ കുടുംബത്തെക്കുറിച്ച് പഠിച്ച് ആ ഒരു കുടുംബത്തിന് എന്താണ് സംഭവിച്ചത്. നമുക്ക് ചിലർക്ക് ജോലി കൊടുക്കേണ്ടി വരും, ചിലർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ കണ്ടെത്തി കൊടുക്കേണ്ടി വരും, ചിലർ കൃഷി ചെയ്ത് ജീവിച്ചിരുന്നവരാണ്, ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവരാണ്. ഇങ്ങനെ 400ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ നമുക്ക് അറിയാവുന്നത്. ചിലപ്പോൾ അതിനേക്കാൾ കുറേ കൂടെ കൂടിയേക്കാം. എത്ര കുടുംബം കൂടിയാലും 500-ൽ താഴെയുള്ള ഈ കുടുംബങ്ങൾക്ക് ഓരോ കുടുംബങ്ങൾക്കുള്ള പാക്കേജ് ആകണം നമ്മുടെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. വളരെ സമഗ്രമായി തയ്യാറാക്കുന്ന, പ്രൊഫഷണലായി തയ്യാറാക്കുന്ന ഓരോ കുടുംബത്തിനെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. ഇപ്പം ഞങ്ങൾ 100 വീട് വെച്ച് കൊടുക്കാം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, രാഹുൽ ഗാന്ധി പറയുന്നതാണ് 100 വീട്. അതൊരു കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു ടൗൺഷിപ്പ് പോലെ. അവിടെ വീട് മാത്രമല്ല, പബ്ലിക് സ്പേസ് ഉണ്ടാവും, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവും, അംഗൻവാടി ഉണ്ടാകും, ഒരു ഗെറ്റ് ടുഗദറിനുള്ള സ്ഥലം ഉണ്ടാവും, ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ടാവും, ഒരു കടകളുണ്ടാവും. എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നൊരു കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ് ഈ പാവങ്ങൾക്ക് ആവശ്യം. അപ്പം നമ്മുടെ പുനരധിവാസം എന്ന് പറയുന്നത് സാധാരണ സർക്കാരുകൾ ചെയ്യുന്ന രീതിയിലുള്ള വഴിപാട് പരിപാടികൾ മാത്രമാകാതെ നമ്മൾ കുറേ കൂടി പ്രൊഫഷണലായിട്ടും മാതൃകാപരമായിട്ടും ചെയ്തു തീർക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.